സ്നേഹമുള്ള സുവിശേഷത്തില് നമ്മൾ ശ്രമിച്ചത് തളർവാദ രോഗിക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ്. യേശുവിന്റെ മെസ്സിയാനിക് പ്രവർത്തികൾ, രക്ഷാകരമായ പ്രവർത്തനങ്ങൾ, അതിലൊന്നാണ് രോഗശാന്തി, സൗഖ്യം നൽകുക എന്നുള്ളത്. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതാണ് സൗഖ്യം. ശാരീരികമായിട്ടുള്ള സൗഖ്യം വേണം, ആത്മീയമായിട്ടുള്ള സൗഖ്യം വേണം. ഇവിടെ രണ്ട് സൗഖ്യത്തെ പറ്റിയും പറയുന്നു. തളർവാദ രോഗിക്ക് നമുക്കറിയാം, നടക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലാത്ത രോഗിയാണ് തളർവാദ രോഗി എന്ന് പറയുന്നത്. ഈ മനുഷ്യന് ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ തളർവാദവും തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണെന്നറിയാം. സ്ട്രോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇതിന് ഉടനടി ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കും സാവകാശം. അങ്ങനെ പലരും സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തലച്ചോറ് രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷണം കൈയും കാലുമൊന്നും ഇതിട്ട് നടക്കാൻ പറ്റില്ല, കൈ പൊക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഒരു കൈക്കും കാലിനൊക്കെ തളർച്ച സംഭവിക്കും, തന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്താൽ കുറെ ദിവസങ്ങൾ കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്നു. എൻ്റെ ഈ രണ്ട് പെങ്ങന്മാരാണ്. ഇവരുടെ ഭർത്താവ് ജോർജ് നാരായണൻ, 65 വയസ്സ്. കഴിഞ്ഞ 1-2 മാസം മുമ്പ് സ്ട്രോക്ക് ഉണ്ടായി. 40 ദിവസം ആശുപത്രിയിൽ കിടന്നു. മൊത്തം രൂപയായിരുന്നു, എഴുന്നേക്കാനും പറ്റുകയില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് ആണ് നടക്കാനും ഒക്കെ കഴിഞ്ഞത്. ഇത് ഗുരുതരമായിട്ട് തലച്ചോറിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കില്ല. ഞാനിവിടെ കാണാൻ പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇവിടെ അകാലം ട്യൂബിക്കോടെയാണ്. അതുകൊണ്ട് നേരത്തെ കണ്ടിരുന്ന മനുഷ്യനാണെന്ന് തോന്നുകയില്ല. അതിന് അസ്ഥിപഞ്ചരം പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. നേരത്തെ നേരെ തലകുശിയുവാൻ ചെയ്തിട്ട് കിടക്കാൻ ഒരു ദിവസത്തിന് ശേഷമാണ് പോയത്. ഞാനിപ്പോൾ എഴുതിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ 2 മക്കളാവുള്ളത്, 2 എഞ്ചിനീയർമാരാണ്. ഇതിലൊരുത്തന്നെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നു. ആ കല്യാണത്തിനാണ് ഞാൻ ഡെലിവറി ആദ്യത്തെ ആഴ്ചയിൽ പോയത്. അപ്പോൾ അവന് എഴുന്നേറ്റ് അതിലൊക്കെ നടക്കാനും സമ്മതിക്കാനും ഒക്കെ കഴിഞ്ഞു. അത് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ്. ഞങ്ങളുടെ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു. അപ്പോൾ പ്രാർത്ഥന വഴിയായിട്ടും ചികിത്സ വഴിയായിട്ടും ഒക്കെ സൗഖ്യത്തിലേക്ക് എത്താൻ പറ്റും. പ്രത്യേകിച്ച് തളർവാദത്തിന്, മറ്റു രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ആ 4 പേര് ചുമന്നുകൊണ്ട് വന്നതോടെ ഒത്തിരി ആളുകളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് 4 പേര് ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അന്നത്തെ വീടുകളിൽ നിന്ന് പല വാർക്ക വീടല്ല. അതുകൊണ്ട് അതിൻ്റെ ഓലകൾ, അല്ലെ ചിലപ്പോൾ ഓലമല്ലായിരിക്കും, എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള വീടുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പൊളിച്ച് കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കി ഇങ്ങനെ യേശുവിനെ സുഖപ്പെടുത്തുക. അപ്പോൾ യേശു പറയുന്നൊരു വചനമുണ്ട്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാണ്. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് പ്രശ്നം പെടുന്നത്. അപ്പോഴാണ് യഹൂദന്മാര് പാപം മോചിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ സമാനനായിട്ട് കണക്കാക്കുന്നത് ദൈവവർഷമാണ്. അതാണ് യഹൂദന്മാർ പറഞ്ഞ് യഹൂദന്മാര് യേശുവിന്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീര സൗഖ്യവും ആത്മാവ് അല്ലെങ്കിലും മനസ്സൊക്കെയായിട്ട് ബന്ധവും. ഒത്തിരി രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് എന്ന് പറയാറുണ്ട്. ശരീരബന്ധവും കൂടെയാണ്, ഇത് മനസ്സുമായിട്ട് ബന്ധമുണ്ട്.
ദൈവകൃപ വഴിയായിട്ടും സൗഖ്യം ലഭിക്കാനായിട്ട് കൂടുതൽ സാധ്യതയേറുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന വഴി എഴുന്നേറ്റ് നടക്കുന്ന ആളുകളുണ്ട്, സൗഖ്യം പ്രാപിക്കുന്നവരുണ്ട്. അപ്പം മനസ്സിന്റെ കരുത്ത് അത് ലഭിക്കുന്നത് പ്രാർത്ഥന വഴിയാണ്. നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടേതായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ആയിരിക്കേണ്ട രീതിയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ മനോഭാവങ്ങളുടെ ഹൃദയവും മനസ്സും ഒക്കെ ദിവസത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തലച്ചോറിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉത്തേജനം ലഭിക്കുന്നുണ്ട്. അത് EEG വഴിയായിട്ടൊക്കെ പരിശോധിക്കാനായിട്ട് പറ്റും തലച്ചോറിൽ വരുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ ഒന്നിച്ചെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ മനുഷ്യ ജീവിതത്തിലും ശരീരത്തിലും മനസ്സിലും മനുഷ്യനിലും ഒക്കെ ഉണ്ടാകും എന്നുള്ള വാസ്തവമാണ്. ആധുനിക ശാസ്ത്രം ഒത്തിരി പുരോഗതി പ്രാപിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള പല രോഗങ്ങളെയും അതിജീവിക്കാനായിട്ട് മനുഷ്യന് കഴിയും. നടക്കാൻ മേലാത്തവർക്ക് തലയിൽ ചിപ്പ് പിടിപ്പിച്ച് നടത്താമെന്നൊക്കെ പറഞ്ഞുള്ള ഗവേഷണങ്ങൾ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. ഒത്തിരി ഗവേഷണങ്ങൾ വളരെയേറെ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. 4-5 കൊല്ലത്തിനുള്ളിൽ ഒത്തിരി വ്യതിയാനങ്ങൾ ചികിത്സാ രംഗത്ത് സംഭവിക്കുമെന്നുള്ളതൊരു വാസ്തവമാണ്. ഇന്നത്തെ ലേഖനത്തില് ക്ലോസിസുള്ള ലേഖനത്തിൽ പൗലോസ് പറയുക, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. 12 വചനങ്ങളില് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദിജാതനുമാണ്. എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദിജാതനാണ് ദൈവത്തിന്റെ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപം. നമ്മൾ അദൃശ്യനായ ദൈവത്തെ കാണാൻ കഴിയുകയില്ല. എന്നാൽ ദൈവസുതനായിട്ട് ലോകത്തിലേക്ക് അവതരിച്ച് യേശു വഴി ദൈവത്തെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. കാണുകയും അന്ന് ജീവിച്ചിരുന്ന ആളുകൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. പൗലോസ് ഓർമ്മപ്പെടുത്തിയാൽ അവനിലാണല്ലോ, യേശുവിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ യേശു തവളകളുകൊണ്ട് പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. യേശുവെ ദൈവത്തിനായതുകൊണ്ട് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ട്. സഭയില് പാപമോചന അധികാരമുള്ളത് ദൈവത്തിനായ യേശു വൈദികർക്ക് ആ അനുഗ്രഹം നൽകിയിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അപ്പോൾ മോചിക്കപ്പെട്ടിരിക്കുമെന്നുള്ള യേശുവിന്റെ വചനങ്ങൾ സ്മരണീയമാണ്. യേശു പറയണ മനുഷ്യപുത്രൻ പാപമോചകനും സൗഖ്യദായകനുമാണ്. ഈശോയുടെ കരുണയും സൗഖ്യവും ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി വ്യക്തികളുടെ കൺവെൻഷനുകളിലൊക്കെ ഇപ്പൊ കൺവെൻഷൻ നടക്കുകയാണ് വളരെ കൂടുതൽ. അപ്പൊ അവിടെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ യേശുവിനെ പോലത്തെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആത്മീയവും ശാരീരികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യന് ലഭിക്കും. പിന്നെ നമുക്ക് ഡിനേ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പല സ്ഥലങ്ങളിലും വലിയ കൺവെൻഷൻ വഴിയായിട്ട് ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട്, സൗഖ്യം ലഭിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും സൗഖ്യം ആവശ്യമുണ്ട്. ശാരീരികമായിട്ടുള്ള സൗഖ്യം ഉണ്ട്. രോഗങ്ങൾ വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ മാനസികമായിട്ടുള്ള സൗഖ്യം നമുക്ക് ആവശ്യമുള്ളത് പ്രാർത്ഥന വഴിയാണ്, ദൈവകൃപ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാള് സ്വയം വെടിവെച്ച് മരിച്ചു. വലിയൊരു വ്യവസായിയാണ്, ക്രിസ്ത്യാനിയാണ്. ഇതിന് സംരംഭങ്ങളുടെ ആരംഭനാണ്. ഇന്ത്യൻ ടാക്സുകാര് റെയ്ഡ് ചെയ്തു. അപ്പോൾ തോക്കൊണ്ട് സ്വയം വെടിവെച്ച് മരിച്ചു. കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവര് റെയ്ഡ് ചെയ്തപ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ
കാര്യങ്ങൾ പിന്നീട് വരുന്ന സാഹചര്യങ്ങളെയൊക്കെ നേരിടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ സമ്പത്തൊന്നും മനുഷ്യനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതറിയാം. നമുക്ക് എത്ര ഭവനുണ്ടെങ്കിലും എത്ര ഏക്കർ സ്ഥലമുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യരിതൊന്നും ആരും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ജീവിതകാലത്ത് ഇങ്ങനെ കോടിക്കണക്കിന് സമ്പത്തിന്റെ അധിപതി എന്നൊക്കെ പറയാറുണ്ട്. കോടിപതി എന്നോ അല്ലെങ്കിൽ 2 ലക്ഷാധിപതി എന്നൊക്കെ പറയുന്നുണ്ട്. ആരെന്താ കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകില്ല. അലക്സാണ്ടർ മരിച്ചപ്പോൾ 2 കൈ പുറത്തേക്ക് ഇട്ടേക്കാം ശവമഞ്ചത്തിന്റെ. അത് മാത്രമല്ല, ഘോഷയാത്രയിൽ സ്വർണം വാരി വിതറാൻ പറഞ്ഞു ആളുകൾക്ക്. പിന്നെ ശവമഞ്ചം ചുമക്കാനായിട്ട് പറഞ്ഞത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരോടാണ്. ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. 33 വയസ്സിൽ രോഗബാധിതനായിട്ട് മരിച്ച അലക്സാണ്ടറെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല, സമ്പത്തിന് കഴിഞ്ഞില്ല, പണത്തിന് കഴിഞ്ഞില്ല, ഒന്നും കൊണ്ടുപോകാനായിട്ടും പറ്റിയില്ല. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, ജീവിതത്തിലെ മൂല്യങ്ങളുടെ ആ മൂല്യബദ്ധരായി നമുക്ക് സമ്പത്തൊക്കെ ജീവിക്കാൻ വേണം. അതിനപ്പുറത്തേക്കുള്ള ചില മൂല്യങ്ങൾ അത് ജീവിതത്തിന് വഴികാട്ടിയായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മുടെ ജീവിതം ശരിയാകുകയുള്ളൂ. യേശു പാപികളുടെ സ്നേഹിതനായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ പാപികളെ രക്ഷിക്കാനാണ് വന്നത്, രോഗികൾക്കാണ് വൈദ്യന് ആവശ്യമുള്ളത് എന്ന് യേശു പറയുന്നുണ്ട്. ചുങ്കക്കാരും പാപികളുമായിട്ടുള്ള ആളുകള് യേശുവിനെ അടുത്തു വന്നു. കാരണം അവർക്ക് സമാധാനം ആവശ്യമുണ്ട്, പാപമോചന ആവശ്യമുണ്ട്, സൗഖ്യം ആവശ്യമുണ്ട്. ശാരീരികമായ സൗഖ്യമുണ്ട്, മാനസികമായ സൗഖ്യമുണ്ട്, ആത്മീയമായിട്ടുള്ള സൗഖ്യമുണ്ട്. അത് വേണം. അതുകൊണ്ട് യേശു സൗഖ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യേശു സൗഖ്യദായകനാണ്, പാപമോചകനാണ്, രോഗശാന്തി നൽകുന്നവരാണ്. ദിവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ യേശുവിന്റെ മേൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ അത്ഭുതം നടക്കുന്നത് കാഫർനൗമിലാണ്. പത്രോസിന്റെ വീട് കാഫർനൗമിലാണ്. അത് ഗലീലിക്കടലിന്റെ തീരത്താണ്. ഞാനത് കണ്ടിട്ടുണ്ട്. കിടക്ക സൗഖ്യത്തിന്റെ അടയാളമാണ്. കിടക്ക സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. യേശുവിനെ പറ്റി പറയുമ്പോൾ സമഗ്ര വിമോചകനാണ്. ഒരു സമ്പൂർണ്ണ വ്യക്തി എന്നുള്ള നിലയിൽ ആത്മാവിന് ശരീരത്തിന് ഒരുപോലെ സൗഖ്യമേകുന്നവനാണ് യേശു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് എന്ന് പറയുന്നത് 9 അധ്യായം 9 മുതൽ 10 വചനങ്ങളില്, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. ആയതിനാൽ ദാനിയേൽ പ്രവാചകൻ പറയുന്ന പോലെ നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സ്വരത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുകയാണ്. നമുക്ക് പാപമോചനം ആവശ്യമുണ്ട്, ദൈവത്തിന്റെ കൃപ ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവകൃപയ്ക്കായിട്ടും അനുഗ്രഹത്തിനായിട്ടും പാപജനത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും